ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. പ്രസിഡന്റ് പദത്തിലിരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗ്രീൻലൻഡിനെ സ്വന്തമാക്കുക എന്നതാണ്. ട്രംപിന് മാത്രമല്ല ഈ മോഹമുണ്ടായിരുന്നത്. ഗ്രീൻലൻഡ് വിലയ്ക്ക് വാങ്ങാൻ അമേരിക്കയുടെ 17ാം പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസൺ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ 1946-ൽ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാനും ഗ്രീൻലൻഡ് വാങ്ങാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അദ്ദേഹം $100 കോടി, ഇന്നത്തെ 10,000 കോടി രൂപ ഓഫർ ചെയ്തെങ്കിലും ഡെൻമാർക്ക് സമ്മതിച്ചില്ല. ഗ്രീൻലൻഡിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് അമേരിക്കൻ ഭരണാധികാരികൾ ഗ്രീൻലൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആർട്ടിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലൻഡ്. 1979 മുൻപ് ഡെൻമാർക്കിന്റെ കോളനിയായിരുന്ന പ്രദേശമായിരുന്നു. 1979 ശേഷം ഗ്രീൻലൻഡിന് സ്വയം ഭരണാവകാശം ലഭിക്കുകയും നൂക്ക് തലസ്ഥാനമാവുകയും ചെയ്തു. ഗ്രീൻലൻഡിൽ തിരഞ്ഞെടുപ്പും പ്രധാനമന്ത്രിയുമുണ്ട്. നയം തീരുമാനിക്കുന്നത് തദ്ദേശ ഭരണകൂടമാണ്. എന്നാൽ വിദേശകാര്യവും സൈനികവും ഡെൻമാർക്കിന്റെ കയ്യിൽ തന്നെയാണ്. അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഗ്രീൻലൻഡ്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനും നൂക്കും തമ്മിലുള്ള അകലത്തേക്കാൾ കുറവാണ് നൂക്കും ന്യൂയോർക്കും തമ്മിലുള്ള അകലം. റഷ്യയുമായി ഒരാക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് തിരിച്ചടിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കണമെങ്കിൽ ഈ ദ്വീപിന്റെ നിയന്ത്രണം ലഭിക്കണം. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, യുകെ ഗ്യാപ്പ് എന്ന് വിളിക്കുന്ന തന്ത്രപ്രധാനമായ സമുദ്രയാന മേഖലയുടെ ഭാഗമാണ് ഗ്രീൻലൻഡ്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിച്ച് ആർട്ടിക്കിലൂടെയുള്ള സമുദ്രപാത നോർത്ത് വെസ്റ്റ് പാസേജ് പോകുന്നതും ഗ്രീൻലൻഡിനടുത്ത് കൂടിയാണ്. റഷ്യയും ചൈനയും ഈ അടുത്ത കാലത്ത് ഇവിടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചതും അമേരിക്കയ്ക്ക് ആശങ്കയുയർത്തുന്നുണ്ട്. ഗ്രീൻലൻഡ് വാങ്ങാനുള്ള ആഗ്രഹം ട്രംപ് 2019-ൽ ആഗ്രഹിച്ചതായിരുന്നു. അന്നാട്ടുകാർ അതിനെ എതിർക്കുകയായിരുന്നു. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാക്കുക, മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് മാറ്റുക, പനാമ കനാലിന്റെ നിയന്ത്രണം നേടുക എന്നീ വിവിധ ആഗ്രഹങ്ങളുമായാണ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്.